ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഓരോ വിശുദ്ധ ദേവാലയത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. അഴീക്കൽ ദേശത്തിൻ്റെ നടുവിൽ അറബിക്കടലിനും ടി.എസ്. കനാലിനുമിടയിൽ ഈ ദേശത്തെ നാനാജാതി മതസ്ഥരുടെയും പ്രാർത്ഥനാലയമായി നിലനിൽക്കുകയാണ് വിശുദ്ധ സെബസ്റ്റ്യാനോ സഹദായുടെ സ്വർഗീയ മധ്യസ്ഥതയിലുള്ള ഈ പുണ്യസന്നിധി. പ്രധാന ബലിവേദിയിലെ ട്രിനിറ്റി കുരിശിനെക്കുറിച്ചും വാഗ്ദാന പേടകത്തെക്കുറിച്ചും വികാരിയുടെ വാക്കുകൾ. പ്രധാനമായിട്ടും പ്രാർത്ഥിക്കാനായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുരിശ് ട്രിനിറ്റേറിയൻ ക്രോസാണ്, ത്രിത്വത്തിൻ്റെ കുരിശാണ്. അതിൽ പിതാവ് താങ്ങി നിൽക്കുന്ന കുരിശിൽ പുത്രൻ തൂങ്ങിക്കിടക്കുന്നു. ആ കാല് വന്ന് അവസാനിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചിത്രീകരണമുണ്ട്. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾക്കൊള്ളുന്ന ഒരു ട്രിനിറ്റേറിയൻ ക്രോസ് അത് ഈ ദേവാലയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയാണ്. കുരിശിന് താഴെയുള്ള വാഗ്ദാന പേടകം ആണ് സക്രാനിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം പുതിയ നിയമത്തിലും മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഈ വാഗ്ദാന പേടകത്തിന് ഉള്ളിൽ 3 കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന്, 10 കൽപ്പനകൾ എഴുതി മോശയ്ക്ക് നൽകിയ ഫലകം. രണ്ടാമത്തേത് സ്വർഗീയ അപ്പമായ മന്ന. മൂന്നാമത്തേത് പൗരോഹിത്യത്തിൻ്റെ അടയാളമായ ആദ്യത്തെ പുരോഹിതനായിരുന്ന അഹറോൻ്റെ വടി പൗരോഹിത്യത്തിൻ്റെ അടയാളമായിരുന്നു. ഇതിന് പകരമായിട്ട് ആദ്യത്തെ അറയ്ക്കുള്ളിൽ 10 കൽപ്പനകൾക്ക് പകരമായി ബൈബിളും, മന്നായ്ക്ക് പകരമായിട്ട് പരിശുദ്ധ ദിവ്യകാരുണ്യവും, അഹറോൻ്റെ വടിക്ക് പകരമായിട്ട് പൗരോഹിത്യ അധികാരത്തിൻ്റെയും പൗരോഹിത്യ ശുശ്രൂഷയുടെയും പ്രതീകമായ കുദാശ തൈലങ്ങളുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം ആ ബൈബിളിൽ പറയുന്ന വാഗ്ദാന പേടകത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വേറൊരു പ്രത്യേകത, നമ്മുടെ ഇവിടെ വിളക്കുകൾക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ജൂത പാരമ്പര്യത്തിലുള്ള മെനോറ 2 എണ്ണമാണ് നമ്മൾ തിരി കത്തിച്ചുകൊണ്ട് ദിവ്യബലിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതും ഈ ദേവാലയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. 2 വശങ്ങളിലായിട്ട് വെച്ചിരിക്കുന്ന വലിയ 2 മെനോറകൾ. ഈ ദേവാലയത്തിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആകർഷണമാണ് സെനാക്കിൾ അഥവാ മാളികമുറി, അപ്പർ റൂം എന്ന് അറിയപ്പെടുന്ന അന്ത്യത്താഴവും പെന്തക്കോസ്ത സംഭവമൊക്കെ നടന്നു എന്ന് പറയപ്പെടുന്ന സെനാക്കിളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സെനാക്കിൾ എന്ന പേരിൽ തന്നെ ഒരു മരിയൻ ഗാലറി. ഈ മരിയൻ ഗാലറിയിൽ നമ്മൾ ഒരു വശത്തെ പടിയിലൂടെ നടന്നു കയറുമ്പോൾ അതിൻ്റെ ഒരു വശത്തായിട്ട് ലിറ്റനിയിലെ എല്ലാ ടൈറ്റിലുകളുടെയും ചിത്രീകരണം, ഓരോ ചിത്രങ്ങളായിട്ട് നമ്മൾ മുകളിൽ വരെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങൾ നോക്കി തന്നെ പ്രാർത്ഥിച്ചു പോകാനായിട്ട് സാധിക്കും, ലിറ്റനി പ്രാർത്ഥിക്കാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, മരിയൻ വിശ്വാസ സത്യങ്ങൾ, മരിയൻ ഡോഗ്മകൾ എന്ന് പറയപ്പെടുന്ന കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങളായിട്ടുള്ള പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, അതുപോലെ തന്നെ ദൈവമാതാവാണ്, സ്വർഗാരോപിതയാണ് എന്ന് പറയപ്പെടുന്ന 4 വിശ്വാസ സത്യങ്ങളെ അവതരിപ്പിക്കുന്ന 4 പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങളുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് പോർച്ചുഗലിൽ ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ഫാത്തിമയിലെ മാതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ പ്രധാന ഭാഗത്തുണ്ട്. മറ്റ് 2 വശങ്ങളിലായിട്ട് ഈ ലിറ്റനി വന്ന് അവസാനിക്കുന്നിടത്ത് നിന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വിവരിക്കുന്ന ചിത്രീകരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലുകളും സന്ദേശം നൽകിയ വിശുദ്ധരുടെയും ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ 2 വശങ്ങളിലായിട്ട് 3 കാറ്റഗറിയിൽപ്പെട്ട മരിയൻ വിശുദ്ധരുടെ അവതരണം കൂടിയുണ്ട്. നമ്മൾ സൈമൺ സ്റ്റോക്ക്, ഡൊമിനിക് തുടങ്ങിയ വിശുദ്ധരിൽ തുടങ്ങി നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ വരെയുള്ള പ്രധാനപ്പെട്ട 3 കാറ്റഗറി വിശുദ്ധർ. ഒന്ന്, മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകി എന്ന് പറയപ്പെടുന്ന അപ്പാരിഷൻസ് കിട്ടിയ വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശുദ്ധകൾ. അതിനോടൊപ്പം തന്നെ മാതാവിനെക്കുറിച്ച്
മരിയൻ പഠനങ്ങൾ നടത്തിയ അൽഫോൺസ് ലിഗോറി, അതുപോലെ ലൂയി ഡി മോൺഫോർട്ട് തുടങ്ങിയ വിശുദ്ധന്മാർ, പിന്നെ ഭക്തി പ്രചരിപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്ന പാദ്രെ പിയോ, ജോൺ മരിയ വിയാനി, കോൾബെ പോലെയുള്ള വിശുദ്ധർ, അങ്ങനെ 3 കാറ്റഗറിയിൽപ്പെട്ട അനേകം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആ തിരുസ്വരൂപങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ വിവരണങ്ങൾ, എങ്ങനെ ഇവർ അവരുടെ ഒരു ലഘു ജീവചരിത്രത്തോടൊപ്പം എങ്ങനെ അവർ മരിയൻ സെയിൻ്റ് ആകുന്നു എന്നുള്ളൊരു വിശദീകരണം കൂടി നമ്മൾ അതിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ മരിയൻ ഗാലറി കൊല്ലം രൂപതയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു അവതരണമാണ്. ഇവിടെ വരുന്ന മരിയ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും സഹായകമായൊരു ഗാലറിയാണ് സെനക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മരിയൻ ഗാലറി. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ഇവിടെ വലുതാണ്. ഇവിടെ കണ്ട മറ്റൊരു തിരുസ്വരൂപമാണ് ഗർഭിണിയായ മാതാവിൻ്റെ ഈ രൂപം. ആഗമനകാലം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച ആ ഒരു ഗർഭിണിയായ മാതാവിൻ്റെ തിരുസ്വരൂപം പള്ളിയിലുള്ളത് ആശീർവദിച്ച് ഓരോ ഭവനങ്ങളിലേക്കും പോകുന്നു. ക്രിസ്മസിന് തലേ ദിവസം ആകുമ്പോൾ അത് തിരിച്ച് ദേവാലയത്തിലേക്ക് വരുന്നു. ഇതേ രൂപം തന്നെ ആഗമനകാലം കഴിഞ്ഞ് ക്രിസ്മസ് കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ഇടവകയിൽ കുഞ്ഞുങ്ങളില്ലാത്തവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളായിട്ട് ഗർഭിണികളായിരിക്കുന്നവരും ഉള്ള വീടുകളിലേക്ക് ഈ തിരുസ്വരൂപം കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി നിശ്ചിത കാലഘട്ടം അവിടെ വെച്ച് അത് പ്രാർത്ഥിക്കും. ഗർഭിണികളായിരിക്കുന്നവർക്ക് നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ടുള്ള വലിയ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഈ തിരുസ്വരൂപം വീടുകളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണിമരിയായുടെ, മരിയ ബമ്പീനായുടെ ഒരു തിരുസ്വരൂപം കൂടിയുണ്ട്. മരിയൻ ഗാലറിയിൽ വെച്ചിരിക്കുന്ന രൂപമാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു പ്രത്യേക ഭക്തിയായിട്ടാണ് കത്തോലിക്ക തിരുസഭ മരിയ ബമ്പീനയുടെ ഭക്തി, ഉണ്ണിമരിയയുടെ ഭക്തി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തിരുസ്വരൂപം കൊണ്ടുപോയി വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്താൻ വേണ്ടി കൂടി ഈ 2 തിരുസ്വരൂപങ്ങൾ നമ്മൾ വീടുകളിലേക്ക് കൊടുത്തുവിടുന്ന തിരുസ്വരൂപങ്ങളായി കൂടി മരിയൻ ഗാലറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ പേര് ശീതൾ. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെ ഇവിടെ അഴീക്കലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. 2018 എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം 2020 ഞാൻ ഗർഭിണിയാവുകയും 9ാം മാസത്തിൽ കൊറോണ വന്ന് കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അതിനുശേഷം 1.5 വർഷം വരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആ ഇടയ്ക്കാണ് ഇവിടെ ജനുവരി പെരുന്നാൾ വന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 1.5 വർഷമായി നമുക്ക് കുഞ്ഞ് മരിച്ചിട്ട് ഒരു കുഞ്ഞിന് ഇതുവരെ ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഈ മാസം തന്നെ പുണ്യാളച്ചൻ ഞങ്ങൾക്ക് കുഞ്ഞിനെ തരുവാണെങ്കിൽ, പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് പുണ്യാളച്ചൻ തന്നൊരു അനുഗ്രഹമാണെന്നാണ്. ഞാൻ ഗർഭിണിയായ സമയം തൊട്ട് ഈ അമ്മയുടെ രൂപം വീട്ടിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ വലിയ മധ്യസ്ഥ സഹായം കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ ആയുസ്സോടെ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇത്രയും നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാത്തിമ ഫ്രാൻസിസ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മോളുടെ പേര് ഫെക്സിയ മേരി. മോൾ MBBSന് വേണ്ടിയിട്ട് മെഡിക്കൽ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അത് കുറച്ച് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് ഒരുപാട് നിരാശയായി. പക്ഷേ പിന്നീട് ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് MBBS എന്നുള്ളൊരു സ്വരം എൻ്റെ അൾത്താരയിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പം ഞാൻ മോളോട് പറഞ്ഞിരുന്നു, ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനെല്ലാം അപ്ലൈ ചെയ്തു. അവൾക്ക് ഒത്തിരി സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അതൊക്കെ മാറ്റി തന്നു. കഴിഞ്ഞ ജൂലൈ 17-ാം തീയതി നീറ്റിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ത്രീത്വ സ്തുതിക്കായിട്ടുള്ള കുർബാന അച്ഛൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കുർബാനയിൽ മോളുടെ പേര് പറഞ്ഞ് നീറ്റിൻ്റെ എക്സാമിന് എഴുതുന്ന കുട്ടിയെന്ന് പേര് പറഞ്ഞ് മോൾക്ക് വേണ്ടി അച്ഛൻ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലുകയും ചെയ്തിരുന്നു. ആ സമയം ഞാനും അവിടെ നിന്ന് മോൾ എഴുതുന്ന സമയത്ത് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഈശോ കരുണയോടെ തന്നെ മോൾക്ക് നല്ല മാർക്ക് തന്നു. ഇപ്പോൾ മോള് MBBSന് അഡ്മിഷൻ കിട്ടി കോന്നി മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ തുടങ്ങി. വിശുദ്ധ സെബസ്ത്യാനോസ് വഴി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് നന്ദി പറയുന്നു.
ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ഈ ദേവാലയത്തിൽ നിധി പോലെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് പഴയ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം. പോർച്ചുഗീസുകാർ തന്നെയാണ് ആദ്യത്തെ ദേവാലയം പണിതതും അത് പിന്നീട് കടൽക്ഷോഭത്താൽ നശിച്ചു പോവുകയും 1809 രണ്ടാമത്തെ ദേവാലയം പണിതുയർത്തുകയും അതിനോടൊപ്പം തന്നെ പള്ളിക്കൂടവും ഐബിക്ക തെരുവും നിർമ്മിക്കുകയുണ്ടായി. പിന്നീട് ആ സ്കൂളും അതുപോലെ ആ ദേവാലയം കടൽക്ഷോഭത്താൽ നശിച്ചു പോവുകയും എന്നാൽ ആ ദേവാലയത്തിലെ അൾത്താരയുടെ ചില ഭാഗങ്ങളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപവും കന്യാമറിയത്തിൻ്റെ തടിയിൽ തീർത്ത രൂപവും ദുരന്തത്തെ അതിജീവിക്കുകയുണ്ടായി. ആ ദുരന്തത്തിൽ നശിച്ചുപോയ പ്രാചീന രേഖകളും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തടിയിൽ തീർത്ത രൂപവും അന്നത്തെ വൈദികനായിരുന്ന ആൻ്റണി ഫാദറിൻ്റെ നേതൃത്വത്തിൽ ക്ലാപ്പനയിലുള്ള കുരിശുപള്ളിയിലേക്ക് കൊണ്ടുപോയി വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ക്ലാപ്പന സെൻറ് ജോർജ് ദേവാലയം. ഇതാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന അഴീക്കൽ ദേവാലയത്തിൻ്റെ മദ്ബഹയുടെ ഭാഗം. പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപവും ഇവിടെയുണ്ട്. ശനിയാഴ്ചകളിൽ നടത്തപ്പെടുന്ന നൊവേനയിലും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അനേകർ പങ്കുചേരുന്നു. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭകന്റെയും ഞങ്ങളുടെ മാതാവുമായി മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. ഞങ്ങൾ ഇന്ന് ഈ സന്നിധിയിൽ അണിഞ്ഞിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. നിരന്തരം അങ്ങേ തിരുക്കുമാരനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ പുത്രന്റെ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ, ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ. പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നവരുടെ ശക്തിയും ഈശോമിശിഹായുടെ പരിപൂർണ്ണ സ്നേഹവും നന്മകളും വഴി അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടുകൂടി നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടയാകണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹാ കർത്താവിങ്ങേ മാതാവായി മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചിരിക്കുകയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഓ നിത്യസഹായ മാതാവേ, ഞങ്ങൾ ശക്തിയേറിയ അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ. അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അതിരങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങൾ അങ്ങേ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നതോട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. സകലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിത്യസഹായ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാകരായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഖ്യവാനാണ് ദൈവത്തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ നിത്യസഹായ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളെ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവിശ്വയുടെ മാതാവായി മറിയത്തെ എപ്പോഴും സഹായം അരുളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്തു ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന്
നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് യേശുമിശിഹാ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുൻപിലും, നിങ്ങളെ സൗഖ്യം നൽകി പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. നൊവേനയ്ക്ക് ശേഷം ദേവാലയം ചുറ്റി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ പതിവ്. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. സ്വസ്തി നന്മ പൂരിതേ നിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ കുമാരനേശുവും. പാപരഹിതയായ മേരി തമ്പുരാന്റെ അമ്മനി, പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. താതനും സ്വപുത്രനും തൻ പാവനാത്മനും മുതാ സ്തോത്രമേകിടുന്നു നിത്യകാലവും നമോസ്തുതേ. എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ ഈ ദേവാലയത്തിൻ്റെ സെക്രട്ടറിയാണ്. എന്നോടൊപ്പമുള്ളത് കൈക്കാരൻ പീറ്റർ ഗോമസ്, ധനകാര്യ സമിതി അംഗം ലോറൻസ് ഗോൺസാൽവാസ്, ബെനഡിക്റ്റ് എന്നിവരാണ്. ഞങ്ങൾ ഒരു മനസ്സോടെ ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിനെ തുടർന്ന് വീണ്ടും സെനാക്കിൾ എന്ന ഒരു ഐഡിയ വികാരിയച്ഛൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയും അതിനായി വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അച്ഛനോടൊപ്പം നിന്ന് ചെയ്യാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒരു നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഗ്രോട്ടയാണ് അച്ഛൻ്റെ മനസ്സിലുള്ളത്. അതുകൂടാതെ ഒരു 25 അടിയോളം ഉയരമുള്ള ഒരു സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ രൂപവും ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
അതും അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. കൊല്ലം രൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. RC ഇമ്മാനുവൽ LPS എന്ന പേരിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം അറിയപ്പെടുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏക ആശ്രയമായിരുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനം. നിരവധി ആളുകൾ ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഇപ്പോൾ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. 125ാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിൽ ഓരോ മാസവും നിരവധി പ്രവർത്തനങ്ങൾ അധ്യാപകരുടെയും PTA മാനേജ്മെൻറ്റിൻ്റെയും സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്നു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ഫിൽസൺ ഫ്രാൻസിസ് അധ്യാപകരോടും രക്ഷകർത്താക്കളോടും കുട്ടികളോടുമൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന അഴീക്കലിൻ്റെ മണ്ണിൽ നിത്യവിശ്രാന്തി കൊള്ളുന്ന ഇവിടുത്തെ പരേതർ. കോൺക്രീറ്റ് നിർമ്മിത കല്ലറകൾ ഇല്ലാത്ത സിമിത്തേരി. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുക. ഓരോ കുരിശിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തിരിച്ചറിയാനാകും ഇവിടുത്തെ പോർച്ചുഗീസ് പാരമ്പര്യം. ദിവ്യകാരുണ്യം കൈക്കൊള്ളുവാനാ ആശയോടിന്നു ഞാൻ കാത്തിരിപ്പു. ദിവ്യകാരുണ്യം കൈക്കൊള്ളുവാനായി ആശയോടിന്നു ഞാൻ കാത്തിരിപ്പു. ജീവന്റെ നാഥൻ എന്നാത്മനാഥൻ വന്നിടുമ്പോൾ ജന്മം ധന്യമാകും. ജീവന്റെ നാഥൻ എന്നാത്മനാഥൻ വന്നിടുമ്പോൾ ജന്മം ധന്യമാകും. ദിവ്യകാരുണ്യമേ, നവ്യമാസ്നേഹമേ, ഉള്ളിൽ നീ വരാനായി നാഥാ കാത്തിരിപ്പു ഞാൻ. ദിവ്യകാരുണ്യമേ, നവ്യമാസ്നേഹമേ, ഉള്ളിൽ നീ വരാനായി നാഥാ കാത്തിരിപ്പു ഞാൻ. ദേവാലയ മാഹാത്മ്യത്തിൻ്റെ വർണ്ണക്കാഴ്ചകൾക്കൊപ്പം ആത്മീയ നിറവും ഓരോ മനുഷ്യനും പകർന്നു നൽകുന്ന ഈ വിശുദ്ധ ദേവാലയത്തിൻ്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദേവാലയ മധ്യസ്ഥൻ വിശുദ്ധ സെബസ്റ്റ്യാനോ സഹദായുടെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെയും അനുഗ്രഹം ഓരോ പ്രേക്ഷകനും ആശംസിച്ചു ഞാൻ പതിവ് യാത്ര തുടരുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് വിളിക്കേണ്ട നമ്പർ 0480 270 893 860 642
0099.